ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെ 6 വർഷത്തേക്ക് പുറത്താക്കാൻ KPCC എടുത്ത തീരുമാനത്തിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള കോടതി വിധിയും സ്വാഗതാർഹമാണ്. കാരണം പൊതുരംഗത്ത് ഒരു സംശുദ്ധി ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് വിഘാതമായി പ്രവർത്തിക്കുന്നവരാരാണോ അവർ പിന്തള്ളപ്പെട്ടു പോകണം. അപ്പോൾ ഇന്നത്തെ ഈ 2 കാര്യങ്ങളും സന്തോഷവും പൊതുസമൂഹത്തിന് വളരെയധികം സന്തോഷവും നൽകുന്ന കാര്യമാണ്. ഈ 2 തീരുമാനങ്ങളെയും ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യാം. പുറത്താക്കൽ നടപടി വൈകിയെന്നുള്ളൊരു അഭിപ്രായം അല്ല, ഇപ്പോഴെങ്കിലും അത് ആക്ഷൻ എടുത്തല്ലോ, അത് തന്നെ നല്ല കാര്യമല്ല. കാരണം തുടക്കത്തിൽ തന്നെ സസ്പെൻഡ് ചെയ്തു. അതിജീവിതയുടെ റിട്ടേൺ കംപ്ലയിൻറ്റ് വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇന്ന് നിയമ നടപടികളുമായി കോടതി മുന്നോട്ട് വന്നപ്പോൾ അന്തിമമായിട്ട് പുറത്താക്കി. ഒരു ധാർമ്മികത ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. കാരണം അല്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ആ ചാപ്റ്റർ ഞങ്ങളെ സംബന്ധിച്ച് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പുറത്താക്കപ്പെട്ട ആർക്ക് വേണ്ടിയും പാർട്ടിയിൽ വാദിക്കാൻ പാടില്ല. അല്ല, പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള നിയമവശങ്ങൾ സ്പീക്കറാണ് തീരുമാനമെടുക്കുന്നത്. അത് ഉചിതമായിട്ടുള്ള തീരുമാനം സ്പീക്കർക്ക് എടുക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ധാർമ്മികതയുള്ള പ്രവൃത്തിയല്ലല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പൊതുപ്രവർത്തകൻ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ അത് MLA എന്ന് മാത്രമല്ല, പൊതുരംഗത്ത് നിൽക്കുന്നവർ പാലിക്കേണ്ട മാന്യത പാലിക്കാത്ത വ്യക്തിയാണ്. അങ്ങനെ വ്യക്തിയോട് നമ്മൾ ധാർമ്മികത പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ നടപടി സ്പീക്കറാണ് കൈക്കൊള്ളുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ആരോപണങ്ങളുള്ളവരെയൊന്നും പാർട്ടി അയ്യപ്പൻ്റെ സ്വർണം കട്ട 2 കള്ളന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അവർക്കെതിരായി പോലും ആക്ഷൻ എടുക്കാത്തവരാണ് ഞങ്ങൾ ഉപദേശിക്കാൻ പറ്റും. അപ്പോൾ അവരിപ്പോൾ CPM പടകം പൊട്ടിക്കുന്നുണ്ട്, നടന്നോട്ടെ. കാരണം ഞങ്ങൾ പടകം പൊട്ടിക്കുന്നത് ഡിസംബർ 13-ാം തീയതി. സൈബർ ആര് വില വയ്ക്കും? ഞാൻ പറയുന്നത് കൂലിത്തല്ലുകാർ ആര് വില വയ്ക്കാണ്? സംസ്കാരമില്ലാത്തവർക്ക് വേണ്ടി വാദിക്കുന്നവന് സംസ്കാരം കെട്ടവരില്ല. ഒരു സംശയം അക്കാര്യത്തില്ല. ഇനി സൈബർ വന്നോട്ടെ, വരുന്നെങ്കിലും ഞങ്ങൾ കണ്ടോളാം. സൈബറിൻ്റെ കെയർ ഓഫിലൊന്നുമല്ല ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. അങ്ങനത്തെ ഏർപ്പാട് ഞങ്ങൾക്കില്ല. അവരാരും കോൺഗ്രസ്സുകാരല്ല. അവർ ഈ രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാത്രമല്ല, പൊതുരംഗത്ത് അപമാനകരമായിട്ടുള്ള പ്രവൃത്തിയെടുക്കുന്ന നീചശക്തികളാണ് ഈ സൈബർ എന്ന് പറയുന്നത്. അവരെ ഞാൻ ചോദിക്കുന്നത്, കേരള പോലീസിന് ഇനി എന്താ പറ്റി? ഒളിവിലിരിക്കാതെ പിടിച്ചുകൊണ്ട് വരണം. അതിനാണ് പോലീസ് എന്ന് പറയുന്നത്. അതും ഇങ്ങനെ നടക്കുന്ന ഒരാളെ അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പോലീസ് എന്ന് പറഞ്ഞ് നടക്കുന്ന എന്തിനാ? അതാണ് ഞാൻ പറഞ്ഞത്. ഇനി മീശ വെച്ച് നടക്കുന്നതിന് കാര്യമില്ല. പിടിച്ചു കൊണ്ടുവരട്ടെ, കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കട്ടെ. പാർട്ടി പരിപൂർണമായി തള്ളിക്കഴിഞ്ഞു. ഇനി എന്താ തള്ളിക്കഴിഞ്ഞു. ഇനി ഒരു തിരുത്തലുമില്ല. ഇങ്ങനത്തെ ആൾക്കാർ പാർട്ടിയിൽ ആവശ്യമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.